സ്നേഹമുള്ളവരെ, നമ്മൾ പൊതുവിൽ ധാരാളം കേൾക്കുന്ന ഒരു വാക്കാണ് സുവിശേഷം. നമുക്ക് സുവിശേഷങ്ങൾ 4 സുവിശേഷങ്ങൾ നമ്മുടെ ബൈബിളിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചില വ്യക്തികളുടെ ജീവിതം കൊണ്ട് വേറെ ചില സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ നമ്മൾ പല രീതിയിലുള്ള സുവിശേഷങ്ങൾ കാണുന്നുണ്ട്. പല വിശുദ്ധരെ, പല വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ നാം ഓർക്കുന്നുണ്ട്. വിശുദ്ധ കൊച്ചു തെരേസയെ നമ്മൾ ഓർക്കുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയെ നമ്മൾ ഓർക്കുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിനെ നമ്മൾ ഓർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചനെ നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പം ഭൂമിക്ക് വ്യത്യസ്തങ്ങളായ സുവിശേഷങ്ങൾ പറഞ്ഞു കൊടുത്ത വ്യക്തികളെ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ട്. ഓരോ വ്യക്തിക്കും ഈ ഭൂമിയിലൊരു നിയോഗമുണ്ടെന്നും ഓരോ വ്യക്തിയും ഓരോ സുവിശേഷങ്ങളാണെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഒക്ടോബർ മാസം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഫ്രാൻസിസ് എന്ന സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ. ഒരു കാലഘട്ടം വരെ കത്തോലിക്കര് മാത്രമേ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് പഠിക്കുകയും ധ്യാനിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ മതത്തിനപ്പുറമായിട്ട്, പ്രത്യയ ശാസ്ത്രങ്ങൾക്കപ്പുറമായിട്ട്, ചിന്തകൾക്കപ്പുറമായിട്ട് ഫ്രാൻസിസ് പടർന്നു പിടിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ കേരള സമൂഹത്തിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ സച്ചിദാനന്ദനുണ്ട്, പ്രൊഫസർ ശിവദാസ് ഉണ്ട്, OV വിജയനുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഒരു പ്രൊട്ടസ്റ്റന്റ് തിയോളജിയാണ് പോൾ സബത്തിയർ. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഫ്രാൻസിസ് മതങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും അപ്പുറം വലിയൊരു വികാരമായിട്ട് ഇന്നും മാറുന്നുണ്ട്. ഇന്ന് യൂറോപ്പിൽ ഒരു പുതിയ ചിന്താരീതി പടർന്നു പിടിക്കുന്നതായിട്ട് നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെയൊക്കെ കാണുന്നുണ്ട്. ലാളിത്യം നിറഞ്ഞ ജീവിതത്തെയും സഹജീവി സ്നേഹത്തെയൊക്കെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇക്കണോമി ഓഫ് ഫ്രാൻസിസ്കൻ ഇക്കണോമി എന്ന പേരിൽ ഒരു മൂവ്മെൻറ്റ് യൂറോപ്പിലൊക്കെ പടർന്നു പിടിക്കുന്നതായിട്ട് നമ്മൾ വായിക്കാറുണ്ട്. ഈ 12ാം നൂറ്റാണ്ടിലെ അതേ ഫ്രാൻസിസ് നടന്ന് പടർന്ന് പന്തലിച്ച് 21ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ എത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓരോ വ്യക്തിയും ഓരോ സുവിശേഷമാണ്. ഇപ്പോൾ ഫ്രാൻസിസ് എന്ന സുവിശേഷത്തെ ഫ്രാൻസിസ്കൻ ചിന്താരീതി കൊണ്ടും ഫ്രാൻസിസ്കനിസത്തിൽ ഗവേഷണം നടത്തുന്ന വ്യക്തികളുടെ എഴുത്തുകൾ കൊണ്ടൊക്കെ ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് ചുരുക്കി പറയാനായിട്ട് പറ്റും. അപ്പോൾ ആരാണ് ഫ്രാൻസിസ് എന്ന് ചോദിച്ചാൽ ഒറ്റ സെൻറ്റൻസിൽ നമുക്കിത് പറഞ്ഞ് അവതരിപ്പിക്കാം. അതായത് ഫ്രാൻസിസ് ഈസ് എ ഗോസ്പൽ ഓഫ് റിട്ടേൺ. ഫ്രാൻസിസ് എന്ന വ്യക്തി തിരിച്ചു വരവേണ്ട ഒരു സുവിശേഷമാണ്. നമ്മൾ ബൈബിളൊക്കെ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഉപയോഗിക്കുന്നൊരു ടൂളുണ്ട്. അതിന് ഇപ്സിസിമ വോക്സ് എന്നാണ് പറയുക. അതായത് ഒരു വ്യക്തി പറഞ്ഞ കാര്യം യാതൊരു രീതിയിലും മാറ്റം വരുത്താതെ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ക്രിസ്തു പറഞ്ഞ കാര്യം അതേ രീതിയിൽ ബൈബിളിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ഇപ്സിസിമ വോക്സ്. ഇതേ രീതിയിൽ ഫ്രാൻസിസ് പറഞ്ഞ അതേ കാര്യങ്ങൾ അതേ രീതിയിൽ എഴുതി ചേർത്തിട്ടുള്ള ചില ചരിത്ര ശകലങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്: വെൻ ഐ വാസ് ഇൻ സിൻ. ഞാൻ പാപത്തിലായിരുന്നപ്പോൾ കുഷ്ഠരോഗികളെ കാണുന്നത് എനിക്ക് കയ്പായി തോന്നി. ദൈവം എന്നെ അവരുടെ ഇടയിലേക്ക് നയിച്ചു. പിന്നീട് എനിക്ക് കയ്പുള്ളതെല്ലാം മധുരമുള്ളതായിട്ട് മാറി. ഇപ്പോൾ ഫ്രാൻസിസ് പാപത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് 2 സൂചന ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഒന്ന്, നമുക്കറിയാം കുഷ്ഠരോഗികൾ ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും തിരസ്കൃതരായ വ്യക്തികളാണ്. കുഷ്ഠരോഗം ദൈവത്തിൻ്റെ ശാപമാണെന്ന് സമൂഹം വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നഗര പരിസരത്ത് അവർ വരുവാനായിട്ട് ആരും സമ്മതിച്ചില്ല. അവരെ കാണുന്നത് തന്നെ ഫ്രാൻസിസിന് അറപ്പായിരുന്നു. കാരണം ഈ മാംസമൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ, വ്രണം കൂടി വരുന്ന ഒരവസ്ഥയാണല്ലോ. അപ്പം അതേ രീതിയിൽ രണ്ടാമതൊരു സൂചന, ഫ്രാൻസിസ് മാടമ്പിയാകുവാനായിട്ട് പോകുമ്പോൾ യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യുദ്ധസമയത്ത് ഫ്രാൻസിസ് ചിലരെ കൊലപ്പെടുത്തിയിരിക്കാമെന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫ്രാൻസിസ് മടങ്ങി വരുന്നത്? ഒരു കാലഘട്ടത്തിൽ യുദ്ധം കൊണ്ട് മനുഷ്യനെ മുറിവേൽപ്പിച്ച ഫ്രാൻസിസ് പിന്നീട് തൻ്റെ ജീവിതത്തിൽ വലിയൊരു മടങ്ങിവരവ് സാധ്യമാക്കുന്നുണ്ട്. പിന്നീട് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, താൻ നടന്ന വഴിയിലൂടെയുള്ള പുഴുക്കളെ മറ്റുള്ളവർ ചവിട്ടാതിരിക്കുവാനായിട്ട് ഫ്രാൻസിസ് ആ പുഴുവിനെ പോലും എടുത്ത് വഴിയിൽ നിന്ന് മാറ്റിവെക്കുന്നുണ്ട്.
ഒരു കാലഘട്ടത്തിൽ കുഷ്ഠരോഗികളെ കാണുമ്പോൾ ഓടിപ്പോയ ഫ്രാൻസിസ് പിന്നീട് കുഷ്ഠരോഗികളെ തേടി നടന്ന് ചുംബിക്കുന്നുണ്ട്. ഇവിടെ ഫ്രാൻസിസ് തൻ്റെ ജീവിതം ഒരു തിരിച്ചുവരവിൻ്റെ സുവിശേഷമാക്കുന്നുണ്ട്. ഈ ഫ്രാൻസിസിനെ ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് നിർവചിക്കാം. ഫ്രാൻസിസ് മടങ്ങി വരവിൻ്റെ ഒരു സുവിശേഷമാണ്. ഈ ഒരു മടങ്ങി വരവിനെ നമുക്ക് പ്രധാനമായിട്ടും 3 രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്, ഇറ്റ് ഈസ് എ റിട്ടേൺ ടു ഹ്യൂമൻനെസ്. 2, ഇറ്റ് ഈസ് എ റിട്ടേൺ ടു ഗോസ്പൽ. 3, ഇറ്റ് ഈസ് എ റിട്ടേൺ ടു നോവൽറ്റി. നമ്മൾ ആദ്യം പറഞ്ഞ ഫ്രാൻസിസ് ഈസ് എ റിട്ടേൺ ടു ഹ്യൂമൻനെസ്, അല്ലെങ്കിൽ മനുഷ്യത്വത്തിലേക്കുള്ള ഫ്രാൻസിസിൻ്റെ തിരിച്ചുവരവ്. നമുക്കറിയാം, ആ ഒരു കാലഘട്ടത്തിൽ സാമൂഹിക പദവികളുണ്ടായിരുന്നു. മേജർ എന്നും മൈനർ എന്നും ഒക്കെ സാമൂഹിക പദവികളുണ്ടായിരുന്നു. അപ്പോൾ സഭാ ശ്രേണിയിൽ തന്നെ ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ സഭാ ശ്രേണിയിലെ വസ്ത്രധാരണ രീതികളും ഇരിക്കുന്ന കസേരകൾ പോലും സാമൂഹിക പദവിയെ വിളിച്ചറിയിക്കുന്നതായിരുന്നു. അപ്പം ഇന്നും വളരെ ഭംഗിയായിട്ട് ഫ്രാൻസിസ്കൻ സഭ ചില ശ്രേണികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇന്നും ഫ്രാൻസിസ്കൻ സഭാംഗങ്ങൾ തമ്മിൽ കാണുമ്പോൾ പരസ്പരം ബ്രദർ, സഹോദരൻ എന്ന് വിളിക്കുക. അത് ഏത് പഠിപ്പുള്ള വ്യക്തിയും ഏത് രീതിയിലെ ശുശ്രൂഷ നയിക്കുന്ന വ്യക്തിയൊക്കെ കണ്ടാലും അവരെ ബ്രദർ എന്നാണ് വിളിക്കുക. നമ്മൾ ഓർത്ത് നോക്കിയാൽ സമഭാവനയോടെ ജീവിക്കാനായിട്ട് സന്യാസ സമൂഹങ്ങളിൽ ഒരുമിച്ച് വരുമ്പോഴും നാം അറിയാതെ വിരോധാഭാസമായിട്ട് ഈ സുപ്പീരിയർ എന്ന വാക്കുകളൊക്കെ കടന്നു വരാറുണ്ട്. അപ്പോൾ ഫ്രാൻസിസ് അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഫ്രാൻസിസ് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഗാർഡിയൻ. അതായത് ഒരു സമൂഹത്തിൻ്റെ ആശ്രമ ശ്രേഷ്ഠനെ ഫ്രാൻസിസ് വിളിക്കുക ഗാർഡിയൻ എന്നാണ്. അതുപോലെ തന്നെ സഭയുടെ നമ്മൾ പൊതുവിൽ കേൾക്കുന്ന ഒരു വാക്കാണ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ. ഫ്രാൻസിസ് ഈ പ്രധാന സേവകനെ മറ്റൊരു വാക്കിലൂടെ പരിചയപ്പെടുത്തുന്നു, പ്രൊവിൻഷ്യൽ മിനിസ്റ്റർ. അന്നത്തെ ശ്രേണികളെല്ലാം മനുഷ്യത്വമില്ലായിരുന്ന, മനുഷ്യൻ്റെ സാധാരണ രീതികളെ ഒന്നും മനസ്സിലാക്കാത്ത ചില ശ്രേണികളെ ഫ്രാൻസിസ് അട്ടിമറിക്കുന്നുണ്ട്. നമ്മൾ രണ്ടാമത് പറഞ്ഞ മടങ്ങിയവരവ് അത് സുവിശേഷത്തിലേക്കാണ്. ഇപ്പോൾ ഫ്രാൻസിസ്കൻ സഭയുടെ നിയമാവലിയിൽ അതിൻ്റെ ആദ്യത്തെ സൂചന, ആദ്യത്തെ സെൻറ്റൻസുകൾ തന്നെ പറയുന്നുണ്ട്, സുവിശേഷം അനുസരിച്ച് തിരിച്ചു വരിക, സുവിശേഷത്തിലേക്ക് തിരിച്ചു വരിക. ഫ്രാൻസിസ് അന്നത്തെ മാർപ്പാപ്പയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഫ്രാൻസിസ് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം, സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ സൗരഭ്യവും അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സുഗന്ധങ്ങളും ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുവാനായിട്ടും ഏറ്റവും നല്ല രീതിയിൽ സഹജീവികൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ടും പറ്റുന്നത് സുവിശേഷമെന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട്. ഈ സുവിശേഷം എന്ന ഗൈഡിനെ സ്വീകരിക്കുന്ന വ്യക്തികളൊക്കെ വളരെ ഭംഗിയായിട്ട് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്, സുവിശേഷം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഈ പേരുകളൊക്കെ അവരൊക്കെ ഈ ഒരു സുവിശേഷത്തെ ഗൗരവമായിട്ട് എടുത്തു, സുവിശേഷത്തിലേക്ക് തിരിച്ചു വന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ഇന്നും നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. അപ്പം ഫ്രാൻസിസും നമ്മളെ വിളിക്കുന്നത് ഈ ഒരു സുവിശേഷത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് ഇറ്റ് ഈസ് എ റിട്ടേൺ ടു നോവൽറ്റി. അതായത് പുതുമകളിലേക്ക് തിരിച്ചു വരണം. നമ്മൾ എല്ലാ മനുഷ്യനും അവൻ്റേതായ രീതിയിൽ ഈ ഭൂമിക്ക് പലതും കൊടുക്കുവാനായിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഫ്രാൻസിസ്കൻ ജീവിത ശൈലിയുടെ ആരംഭ കാലഘട്ടത്തിൽ ഫ്രാൻസിസിനോട് പലരും പറഞ്ഞു, സെൻറ്റ് അഗസ്റ്റിൻ്റെ നിയമങ്ങളുണ്ടല്ലോ, സെൻറ്റ് ബെർണാഡിൻ്റെ നിയമാവലി ഉണ്ടല്ലോ, സെൻറ്റ് ബെനഡിക്റ്റിൻ്റെ നിയമങ്ങളുണ്ടല്ലോ, ഈ ഒരു സഭയിൽ ഈ ഒരു ജീവിതശൈലി നമുക്ക് സ്വീകരിച്ചാൽ പോരെ. അപ്പോൾ ഫ്രാൻസിസ് അതൊക്കെ സ്നേഹപൂർവ്വം നിരാകരിച്ചുകൊണ്ട് ഒരു വ്യത്യസ്തമായ ജീവിതശൈലിക്ക്, ഒരു പുതുമയുള്ള, ഒരു നോവൽറ്റിയുള്ള ഒരു പുതിയ ജീവിതശൈലിയിലേക്ക് ഫ്രാൻസിസ് തൻ്റെ ജീവിതം തുടങ്ങി വയ്ക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ തന്നെ ചില സൗരഭ്യങ്ങളിലേക്ക്, നമ്മുടെ തന്നെ ചില പുതുമകളിലേക്ക് വരുവാനായിട്ട് നമുക്ക് പറ്റണം. ഇപ്പോൾ ഫ്രാൻസിസിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ തിരിച്ചുവരവിലേക്ക് വീണ്ടും നമുക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് പറ്റണം. സ്നേഹമുള്ളവരെ, നമ്മൾ പറഞ്ഞ വളരെ ചെറിയ കാര്യങ്ങളാണ്. ഫ്രാൻസിസിനെ കുറിച്ച് വളരെ വലിയ രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഇനിയും അവതരിപ്പിക്കാനായിട്ട് പറ്റും. പക്ഷെ പൊതുവിൽ ചരിത്രകാരന്മാരും അല്ലെങ്കിൽ ഫ്രാൻസിസ്കൻ ജീവിതശൈലിയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന പണ്ഡിതരൊക്കെ പറയുന്നത് ഈ ഒരു 3 തിരിച്ചുവരവാണ് പ്രധാനമായിട്ടും ഫ്രാൻസിസ് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിന് കുറച്ചും കൂടി സന്തോഷത്തോടെയും കുറച്ചും കൂടി സ്നേഹത്തോടെയും കുറച്ചും കൂടി സുഗന്ധമുള്ളതൊക്കെ ആക്കി തീരുവാനായിട്ട് ഈ ഒരു ഫ്രാൻസിസ്കൻ ജീവിതശൈലി നമ്മെ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഈ 3 രീതിയിലുള്ള മടങ്ങിവരവ്, അതായത് സുവിശേഷത്തിലേക്ക്, പുതുമയിലേക്ക്, മനുഷ്യത്വത്തിലേക്കുള്ള മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തെയും ഉണർവുള്ളതാക്കും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫ്രാൻസിസ് ഇന്നും
മതങ്ങൾക്കും മതിലുകൾക്കും അപ്പുറം പടർന്നു പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വംശം, ഫ്രാൻസിസ്കൻ വംശം, ഫ്രാൻസിസ്കൻ ആ ഒരു സ്നേഹം പേറുന്നവർ, ഫ്രാൻസിസ്കൻ ചിന്താധാര പേറുന്നവർ ഇന്നും ഭൂമിയിൽ പെരുകുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഈ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ മണ്ണിലൂടെ നടന്ന ക്രിസ്തുവിനെ കൂടുതൽ ഭൂമിക്ക് പറഞ്ഞു കൊടുക്കുവാനും നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് കൂടുതൽ മനുഷ്യത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വക്താക്കളാകുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കാം. അങ്ങനെ നമ്മളും ഈ ഭൂമിക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട്, നല്ല വിശുദ്ധരായി തീർന്നുകൊണ്ട്, നല്ല സഹോദരങ്ങളായി തീർന്നുകൊണ്ട്, നല്ല വിശേഷമായിട്ട്, നല്ല സുവിശേഷമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.